ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എജ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എജ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഓരോ LDC എക്സാമിനേഷന്റെയും ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ ട്രിവാൻഡ്രം ജില്ല എപ്പോഴാണ്, കണ്ണൂർ എപ്പോഴാണ്, അങ്ങനെയുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെതായ തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം. സോ അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് PSCയുടെ മുൻവർഷ ചോദ്യം, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പം ഏതാണ്ട് 20ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ. ഇപ്പം 30ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 31. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ഇത് PSC പലതവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 0 കെൽവിൻ, 273 കെൽവിൻ ആൻഡ് 373 കെൽവിൻ, 100 കെൽവിൻ. അപ്പൊ 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? 373 കെൽവിൻ ആണ്. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 32. 10 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? ഇത് ഫിസിക്സിന്റെ പുസ്തകത്തിൽ SCRT ഫിസിക്സിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അത് നോക്കുക. 0 ആയിരിക്കും കേട്ടോ. 10 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കി കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവെന്ന് പറയുന്നത് 0 ആയിരിക്കും. SCRT പുസ്തകത്തിലുണ്ട്. ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽ പെടുന്നു? അനാൽജസിക്കുകൾ, ആന്റിപൈററ്റിക്കുകൾ, ആന്റിബയോട്ടിക്കുകൾ, ആന്റാസിഡുകൾ. പിള്ളേരെ, ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയതാണ്, കാരണം റൈറ്റ് ഉത്തരം PSC തന്നിട്ടില്ല. നിങ്ങൾക്കറിയാം ആസ്പിരിൻ എന്ന് പറയുന്ന എന്താണ്? അതൊരു വേദന സംഹാരിയാണ് അല്ലെ. അതുപോലെ തന്നെ പനി, നീർക്കെട്ട് എന്നിവയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെഡിസിൻ ആണ് ഏത്? നമ്മുടെ ആസ്പിരിൻ എന്ന് പറയുന്നത്. ആസ്പിരിൻ പെടുന്നത് സാലിസിലേറ്റ് വിഭാഗത്തിൽ പെടുന്ന ഔഷധമാണ്. സാലിസിലേറ്റ്, അറിയത്തില്ലാത്തവർ എഴുതിയെടുത്തോ. സാലിസിലേറ്റ് വിഭാഗത്തിൽ പെടുന്ന ഔഷധമാണ് ഇത് ആസ്പിരിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ശരി ഉത്തരം തരാത്തത് കൊണ്ട് PSC എന്ത് ചെയ്തു? ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിരുന്നു കേട്ടോ. ഇനി ഞാൻ ആസ്പിരിൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ആസ്പിരിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് കൊണ്ട് മാത്രം ഇവിടെ പറഞ്ഞതാണേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? SCRT പുസ്തകത്തിൽ ഇത് കിടപ്പുണ്ട്. ഗാൽവാനിക് സെൽ, ഫ്യൂവൽ സെൽ, വോൾട്ടായിക് സെൽ, വൈദ്യുത രാസ സെൽ അല്ലെ. ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഫ്യൂവൽ സെൽ. നെക്സ്റ്റ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. മക്കളെ, ഇത് SCRT പുസ്തകമാണ്. കിലോഗ്രാം, കിലോഗ്രാം ഭാരം, കിലോമീറ്റർ, മോള്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് ഏത്? kg അല്ലെങ്കിൽ കിലോഗ്രാം. SCRT പുസ്തകം ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കണം. SCRT പുസ്തകത്തിലുള്ളതാണ്. അപ്പൊ മസ്റ്റ് ആയിട്ടും ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, SCRT പഠിക്കണം, മസ്റ്റ് ആയിട്ട് ഇത് പഠിക്കണം എന്ന് പറഞ്ഞാൽ SCRT പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ്, സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം. റാൻഡം ആക്സസ് മെമ്മറി, ഹാർഡ് ഡിസ്ക്, റീഡ് ഓൺലി മെമ്മറി, രജിസ്റ്റർ. നമ്മളോട് സെക്കൻഡറി മെമ്മറിയുടെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? ഓഫ് കോഴ്സ് അത് ഹാർഡ് ഡിസ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? വിൻഡോസ്, ലിനക്സ്, എക്സൽ, ജിംപ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിനകത്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇത് എക്സലും അതുപോലെ തന്നെ ജിംപും ആണ് തന്നിരിക്കുന്നതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ A 1, 2, ഓപ്ഷൻ B 2, 3, ഓപ്ഷൻ C 3 ആൻഡ് 4 അല്ലെ. അപ്പൊ അതാണ് നമുക്ക് ഉത്തരം വന്നിരിക്കുന്നത്. എക്സലും ജിംപും ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ ഒരു കാര്യം, IT പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് IT അങ്ങനെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുക. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഫ്രീക്വൻസി, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ബാൻഡ്വിഡ്ത്ത്, ഡാറ്റ ടൈപ്പ്. ഒരു നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ എന്താ വിളിക്കുന്നത്? ബാൻഡ്വിഡ്ത്ത് എന്നാണ് വിളിക്കുന്നത്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്.
ഗൂഗിൾ, ഫയർഫോക്സ്, ഒപ്പേറ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. തന്നിരിക്കുന്നതിനകത്ത് സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ ആണ്. ഗൂഗിളിൽ നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഗൂഗിൾ ആണ്. നെക്സ്റ്റ്, ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. IT Act 65, IT Act 66B, and IT Act 66C and IT Act 66F. നമുക്കറിയാം IT Act 66C ആണ് എന്താ? ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. അപ്പം ഇത് PSC മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്ത് വെച്ച് പഠിക്കുക. ഇവിടെ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ 10 ക്വസ്റ്റ്യനിലെ ഫിസിക്സിൽ നിന്നും IT യിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ IT യുടെ ഭാഗത്തുനിന്ന് ചെയ്തു നോക്കുക. IT നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് IT പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ SCERT ഫിസിക്സ് ആണ്. SCERT നിങ്ങളൊരു 8ാം ക്ലാസ് മുതലുള്ള 8, 9, 10ന്റെ ഫിസിക്സ് നല്ല രീതിയിൽ പുസ്തകം വായിച്ചു വെക്കുക. LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും LGSന് പ്രിപ്പയർ ചെയ്യുന്നവരും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഫിസിക്സിന്റെ മാർക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം SCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. IT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും 10ൽ 10 കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്